ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് 3 കേക്കുകളുടെ വർക്കാണ് ഉള്ളത്. ഹാഫ് കെ ജി വെയിറ്റ് വരുന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ്, പിന്നെ ഹാഫ് കെ ജി തന്നെ വൈറ്റ് ഫോറസ്റ്റ്, പിന്നെ ഒരു 1 കെ ജി വാനില. അങ്ങനെ 3 കേക്കുകളാണ് നമുക്കിന്ന് ആകെ ചെയ്യാനുള്ളത്. ഇതിൽ ആദ്യത്തെ കേക്ക് ഇതാണ്. ഇതൊരു ഹാഫ് കെ ജി വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ കൂടെയാണ്. അപ്പോൾ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തിട്ട് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് പ്രിൻറ്റുകളാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് എഡിബിൾ ആയിട്ടുള്ള പ്രിൻ്റ് അല്ല കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത് കളയാനായിട്ട് ഞാൻ കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഫൈനൽ ലുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു കസ്റ്റമൈസ്ഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ക്രീം ഒട്ടും വേണ്ട കേട്ടോ. വളരെ കുറച്ച് മാത്രം ക്രീം മതി എന്നാണ് കസ്റ്റമർ പറയുന്നത്. അപ്പോൾ ഒരു മിനിമൽ ക്രീമൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. എന്നിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഗനാഷ് സ്ട്രിപ്പിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗാർണിഷൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് കേട്ടോ റൈറ്റിങ്സ് കൊടുക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് പറഞ്ഞിട്ട് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. ഗനാഷ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നീറ്റായിട്ട് തന്നെ എഴുതാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണ്ടൻ ഷീറ്റിലൂടെ ഈ 3 രീതിക്കാണ് ഞാനിപ്പോൾ റൈറ്റിങ്സ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ റൈറ്റിങ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ വർക്ക് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുണ്ടായിരുന്നത് ഒരു 1 kg വെയിറ്റ് ചെയ്യുന്ന വാനില കേക്കാണ്. ഇത് പ്രത്യേകിച്ച് അങ്ങനെ കസ്റ്റമൈസേഷൻസ് കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കേക്കിൽ റൈറ്റിങ്സ് കൊടുക്കുന്നുണ്ട്. ഈ കേക്കിൽ റൈറ്റിങ്സ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ പകുതി പരിപാടി കഴിഞ്ഞെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. റൈറ്റിങ്സ് പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ് കേക്ക് ബാക്കി ചെയ്യാനായിട്ട്. അപ്പോൾ സെൻട്രൽ പോർഷനിൽ റൈറ്റിങ്സ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു സിമ്പിളായിട്ടുള്ള സ്പാച്ചുല ഡിസൈനാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിനിടെ ഞാൻ വൈറ്റ് ക്രീമിലാണ് കേട്ടോ കേക്ക് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ നമ്മൾ ഈ സ്പാച്ചുല വർക്ക് കൊടുക്കുന്നത്. ഒന്നിൽ നമുക്ക് ഈ സ്പാച്ചിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്പൂണിൻ്റെ സൈഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്കിത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കയ്യിൽ സ്പാച്ചിൽ ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് തന്നെ ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിന് ചുറ്റും അതുപോലെ തന്നെ കേക്കിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് നമുക്കിത് കൊടുക്കാനുണ്ട്. ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു പാറ്റേണോ അറേഞ്ച്മെൻറ്റോ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടത്തിന് നമുക്കിത് ഇങ്ങനെ ചെയ്തങ്ങ് പോകാവുന്നതാണ്. ഒരു ക്യൂട്ട് ലുക്കാണ് കേട്ടോ കേക്കിൻ്റെ ഫിനിഷിങ് വരുന്ന സമയത്ത്. വലിയ സംഭവമൊന്നുമില്ലെങ്കിലും കേക്കിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കുമേ. എന്നിട്ട് നമ്മൾ ചുറ്റുമുള്ള പോർഷൻ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ ടോപ്പ് പോർഷനും കൂടെ ഇതുപോലെ സെയിം ഡിസൈൻ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. 1-2 കളർ മിക്സ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവേ. അപ്പോൾ ഞാനിവിടെ എന്തായാലും ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് മാത്രമാണ് കേട്ടോ കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇതിന് മാച്ച് ചെയ്ത് വരുന്ന രീതിക്ക് വേറെ എന്തെങ്കിലും ഒരു കളറും കൂടെയൊക്കെ ആഡ് ചെയ്താലും കുറച്ചുകൂടെ ഒന്ന് കളർഫുള്ളാവേ. പക്ഷേ ഞാനിപ്പോൾ എന്തായാലും ഒരു ഷെയ്ഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ടോപ്പ് പോർഷൻ നമ്മൾ ഏകദേശം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് നമ്മൾ ഗോൾഡ് ഫ്ലേക്സ് ഉണ്ടല്ലോ അതാണ് ജസ്റ്റ് വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഗോൾഡ് കളറിലുള്ള കുഞ്ഞ് ഷുഗർ ബോൾസ് അത് വേണമെങ്കിലും വെച്ച് കൊടുക്കാവേ. എന്നിട്ട് ടോപ്പിലായിട്ട് ഞാനൊരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കേക്കുകളുടെ ഫൈനലിൽ കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ചെയ്ത വർക്കുകളിൽ എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ മിക്കി മൗസിൻ്റെ കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.